ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളുടെ ഫങ്ഷൻസൊക്കെ തുടങ്ങുകയാണ്. ഇന്ന് മൈലാഞ്ചി, നാളെ ഒരാളുടെ കല്യാണം, മറ്റന്നാൾ ഒരാളുടെ കല്യാണം, അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട്, പണിയൊക്കെ കഴിഞ്ഞു, ഞാൻ കുളിക്കുകയും ചെയ്തായി, എല്ലാം ചെയ്തായി. ഇനി കുറച്ച് മൈലാഞ്ചി എന്ന പരിപാടിയുണ്ട്. ഇത് ഇന്നലെ സ്വാഭാവികം നമ്മൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മളതൊന്നും കാര്യമാക്കാൻ പാടില്ല. ബിക്കോസ് ഇത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നവർക്ക് മാത്രം അറിയുന്ന ഒരു പെയിനാണ്. നമുക്ക് മൈലാഞ്ചി ഇടുമ്പോൾ കൈ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് മൈലാഞ്ചി നമ്മൾ ഇന്ന് വൈകുന്നേരം അവിടേക്ക് പോകും, ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായിട്ട്. ഇവിടെ അടുത്ത് തന്നെ പാലക്കാട്. അപ്പോൾ എന്താണ്, നമുക്ക് ഡെയിലി പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അതന്നെ, പിന്നെന്താ, ഇത്രയുള്ളൂ. ഇനി എന്താ, കുറച്ച് ഫേസൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് ഫേസ് പാക്ക് ഇടണം, മൈലാഞ്ചി ഇടണം. നേഹാക്ക് ഇവിടെ മാത്രം മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ഇവിടെ മൈലാഞ്ചി ഇട്ടിട്ടില്ല. അവിടെ ഇരിക്കുന്നുണ്ടോ? അവിടെ ഇരിക്കുന്നുണ്ട്, കുളിച്ച് റെഡി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കണ ഇരിപ്പാണ്. അപ്പോൾ നമുക്ക് നേഹാൻ്റെ കയ്യിലത്തെ മൈലാഞ്ചി നോക്കാം. Did you like it, baby? ഒരു ഹായ് പറഞ്ഞു. ഇവിടെ നോക്കി പറഞ്ഞു. ശരിക്കും ഇരിക്കും. മനസ്സിലായല്ലോ, നീഹാ മൈലാഞ്ചിയാണ് ഇത്രയും. ഇനി ബാക്കി മൈലാഞ്ചി ഞാൻ നീഹാക്ക് ഇട്ടുകൊട്ടെ. ഫേസിൽ ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഡീറ്റാൻ മാസ്ക് ആണ്, ഫോക്സ് ടെയിലിൻ്റെ പേർപ്പിൾ മാസ്ക്. ഇതെനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട്, എൻ്റെ ഫേസിലേക്ക് എഫക്റ്റീവാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മാലയൊക്കെ അയച്ചു വെച്ചു. ഇത് ഫേസിലും കൈറ്റിലും ഇടണം. അപ്പോൾ ഇട്ടിട്ട് കാണാം. ഓക്കെ, അടിപൊളിയല്ലേ? അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയണം. പിന്നെ നേഹാക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ പോകാം. അപ്പൊ ഇഷ്ടയാ? ഇഷ്ടായി? എവിടെ നോക്ക്. ഇഷ്ടായി? Did you like it? ഞാനും അമ്മയും കൂടി നേഹാക്ക് അന്ന് ഷോപ്പിങ്ങിൽ പോയപ്പോൾ ഒരു ചൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എവിടെയെന്ന് കാണാനുണ്ടായിരുന്നില്ല. പിന്നെ അത്ത അന്ന് പോയി വാങ്ങിയിട്ട് വന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നോക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ പുറം കയ്യിൽ ഉള്ളം കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേഹാൻ്റെ സ്നേഹപ്രകടനങ്ങളാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പുറം കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മൈലാഞ്ചി സ്കിൽസ്? നിങ്ങൾക്ക് മൈലാഞ്ചി ഇടാനോ അതോ മേക്കപ്പ് ഇടാനോ ആളാവശ്യമുണ്ടെങ്കിൽ, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് മെഹന്തി ആർട്ടിസ്റ്റിനോ ആളാവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. സോ ഞാൻ ഉമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. ഉമ്മയ്ക്ക് 2 കയ്യിലും ഉള്ളം കയ്യിലും ഇട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിലും ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടു. അത് നന്നായിട്ട് ആകെ 1 hour വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നാളത്തെ വ്ളോഗിൽ ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം, ഒരു ചോർന്നത്. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് അടിച്ച് ഞങ്ങൾ എങ്ങനെ പോകുന്നു ഈ മഴയത്ത്. പിന്നെ ഒരു 5 മണിയായപ്പോഴേക്കും ഞാനും ഉമ്മയും നേഹാം കൂടി റെഡിയായി. ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. തോട്ടിങ്ങലിലാണ് അവരുടെ വീട്, പാലക്കാട് തോട്ടിങ്ങൽ. അപ്പോൾ നമ്മൾ തോട്ടിങ്ങലിൽ പോയി ബസ് ഇറങ്ങിയാൽ പോലെ പറഞ്ഞിട്ട് വേറെ ആരെയും ആശ്രയിക്കണ്ടല്ലോ പറഞ്ഞിട്ട് നമ്മൾ വേഗം ബസ് കയറിപ്പോയി. അതാണ് സിമ്പിൾ. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് സാരി ആയിരുന്നു കേട്ടോ, ഒരു കോട്ടൻ്റെ സിമ്പിളായിട്ടുള്ളൊരു സാരി. വീട്ടിൽ വെച്ചാണ് പരിപാടി. പിന്നെ നമ്മൾ അത്ത അവിടെ കൊണ്ടുവിട്ടിട്ട് ബസ് കയറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയി. കല്യാണ വീട്ടിൽ എത്തിയപ്പോൾ അവിടെ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് വരാനുണ്ടായിരുന്നു. ഞാൻ നെയ്ഹാക്ക് തല വാരി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. തല വെറുതെ ഒരു ക്ലിപ്പ് കുത്തിയിട്ട് വന്നതാണ്. ഇതൊക്കെ എൻ്റെ താത്താൻ്റെ മക്കളാണ് കേട്ടോ. താത്താൻ്റെ മക്കൾ, മാമാൻ്റെ മക്കൾ, എല്ലാവരെയും കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മൾ ചിരിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷം ചിരിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ
അത് ഇതാണ്. പിന്നെ നേഹക്ക് ഞാൻ തലജീവി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, തലജീവി കൊടുക്കുകയാണ് ഇവിടെ. ഈ ലോകത്തെ ടഫസ്റ്റ് ജോബ് എന്താ ചോദിച്ചാൽ ഞാനിപ്പോൾ നേഹക്ക് തലവാരി കൊടുക്കലായിരിക്കും. കാരണം ഞാൻ ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞാൽ അവൾ അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് കാണിക്കും. അയ്യോ എനിക്ക് പ്രാന്താവും. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞാൻ തല വാരി കൊടുത്തുകൊണ്ട് വരും. പിന്നെ ഇവരൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും വെറുതെ സംസാരം കേട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ തലജീവി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ മക്കൾ, ഇതൊക്കെ നമ്മുടെ മക്കളാണ്, താത്താൻ്റെ മക്കളും. അതാണ് മക്കൾ പറയുമ്പോൾ നമ്മുടെ മക്കൾ തന്നെയല്ലേ. പിന്നെ മാമാൻ്റെ മക്കൾ, അവരൊക്കെ കൂടി നമ്മളുടെ ആദ്യ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തി. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പൂപ്പിക്കുട്ടൻ, നമ്മുടെ കുടുംബത്തിൽ ഇപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഏറ്റവും കുഞ്ഞു വാവ. ഞങ്ങൾ വിളിക്കുന്നത് പൂപ്പി എന്നാണ്. അപ്പോൾ നമ്മൾ മക്കൾക്കെല്ലാവരും നമ്മൾ നല്ല നെയ്ച്ചോറും കായ്ച്ചാറും പെപ്പർ ചിക്കനും പിന്നെ മല്ലിത്തള ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അതായിരിക്കുമല്ലോ എല്ലാവരുടെയും മൈലാഞ്ചിക്ക്. നമ്മളെ പാലക്കാട് സൈഡിൽ നമ്മൾ ഇപ്പോൾ മൈലാഞ്ചി ഫംഗ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തെ ആ ഫുഡ് വന്നിട്ട് എന്തായാലും നെയ്ച്ചോറ്, അല്ലെങ്കിൽ കോഴിയും കുമ്പളങ്ങയും, അല്ലെങ്കിൽ മട്ടൻ കറി, അല്ലെങ്കിൽ കായ്ച്ചാറും മല്ലിത്തള ചട്നി, അത് മാത്രം ആയിക്കോളൂ കേട്ടോ. അത് മതി. അതാണ് ഒരു ട്രഡീഷൻ. പിന്നെ നമ്മൾ കുട്ടികളെല്ലാം കൂടി അടിച്ച് പൊളിച്ച് പാട്ട് സ്പീക്കറിൽ വെച്ച് പൂപ്പിയും എൻ്റെ പൂപ്പിയും കൂടി ഇരുന്ന് ഒരേ കളിയായിരുന്നു. പിന്നെ മക്കളെല്ലാം കൂടി അടിച്ചു പൊളിക്കായിരുന്നു. അവർക്ക് എന്താ പണി? അടിച്ചു പൊളിക്കൽ തന്നെ അവർക്ക് പണി. ഇത് നമ്മുടെ അലമോന്. ഈ അലമോൻ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡ്യൂസറാണ് അവിടെ ബാക്കിൽ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ പൂപ്പി കണ്ട ഡാൻസ് കളിക്കണത് അടിപൊളിയല്ലേ? ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളൊരു ആചാരമോ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ പറയും. അമ്മമ്മേൻ്റെ നിർബന്ധമാണിത്. അമ്മമ്മക്ക് വരാൻ പറ്റില്ല, അമ്മമ്മേൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അമ്മമ്മക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മടിനപ്പൽ എന്ന് പറയും. മാമാൻ്റെ, അതായത് മാമാൻ്റെ വൈഫ് അമ്മായില്ലേ, മമ്മാണി, ഞങ്ങൾ മമ്മാണിന്ന് വിളിക്കുക. മമ്മാണി മടിനപ്പും അതിൽ തേങ്ങയും വെറ്റിലയും പഴവും പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ടാവും അതെനിക്കറിയില്ല. ഞങ്ങളെല്ലാവർക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മടിനപ്പിയിട്ട് ആദ്യം അവർ കയ്യിൽ വെറ്റിലയൊക്കെ വെച്ചിട്ട് അരച്ച മൈലാഞ്ചി കിട്ടിയില്ല, സോ ഞങ്ങൾ കോൺ സിങ് മൈലാഞ്ചിനെ വലുതാക്കി കട്ടാക്കിയിട്ട് അതവിടെ വെച്ച്, എന്നിട്ട് ഉമ്മാൻ്റെ സമ്മതം ചോദിച്ചിട്ട്, അതായത് ബ്രൈഡായാലും ഗ്രൂമായാലും അവരുടെ ഉമ്മാൻ്റെ സമ്മതം ചോദിച്ചിട്ട് നമ്മൾ ആദ്യം അമ്മായി, അതായത് മമ്മാണി മൈലാഞ്ചി വെച്ചിട്ട് നമ്മൾ മൈലാഞ്ചിക്കുള്ള ആ പൈസ വയ്ക്കില്ല, അതേപോലെ പൈസ വയ്ക്കും. എന്നിട്ട് ഓരോരുത്തരായിട്ട് മൈലാഞ്ചി വയ്ക്കും. കുടുംബക്കാരായാലും ഇനി ആർക്കായാലും ആർക്കെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ മൈലാഞ്ചി വയ്ക്കും. അതാണ് നമ്മുടെ ചടങ്ങ്. ഇത് എല്ലാവരുടെയും മുസ്ലിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും ഇത് നടക്കുമോ ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഓരോരുത്തരുടെ അവിടെ ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് മൈലാഞ്ചി രാത്രി ചെയ്യുന്നത്. മടിനപ്പിച്ച് മൈലാഞ്ചി വെറ്റിലയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ പൈസ വയ്ക്കുകയാണെങ്കിൽ പൈസ, നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് അവർക്ക് മൈലാഞ്ചി വെച്ച് പൈസ നമ്മൾ കവറിലാക്കി വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് മടിനപ്പിയ സാധനം ആ ബ്രൈഡായാലും ഗ്രൂമായാലും ശരി തിരിച്ച് അവരുടെ മടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. അതാണ് ഇപ്പോൾ നിങ്ങളോട് കണ്ടത്. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ട് വരണം. നമ്മൾ നാളെ വളാഞ്ചേരിക്കാണ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടുത്തെ എല്ലാവരും കിടന്നുറങ്ങാനും പോയി, നമ്മളെല്ലാവരും വീട്ടിലേക്കും വരാൻ തുടങ്ങി. 10-11 മണിയായേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനിയൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.